കണ്ട് യാത്ര ചെയ്ത് നമ്മൾ കുടുംബമായിട്ടൊക്കെ യാത്ര ചെയ്ത് സന്തോഷിക്കുമ്പോൾ അത് മനസ്സിനെയാണ്, അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു വിനോദ പരിപാടികൾ ചെന്ന് സന്തോഷിച്ച് ചിരിക്കുമ്പോൾ അത് പോഷിപ്പിക്കുന്നത് എന്തിനാണ്? മനസ്സിനെയാണ്, അല്ലെ? അപ്പോൾ അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം ആത്മാവാണ്. ഈ മൂന്നും ഒരു താളത്തിൽ വേണം. ആത്മാവിന് എന്താ വേണ്ടത്? ആത്മാവിന് വേണ്ടത് പ്രാർത്ഥനയാണ്, അല്ലെ? ആത്മാവിന് വേണ്ടത് കരുണയാണ്, ആത്മാവിന് വേണ്ടത് കാരുണ്യമാണ്. അപ്പോൾ കാരുണ്യവും സ്നേഹവും, ആത്മാവിന് വേണ്ടത് സ്നേഹവുമാണ്. അപ്പൊ ആത്മാവിന് വേണ്ടത് സ്നേഹം, പ്രാർത്ഥന, കരുണ. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആത്മാവിന് പൂർണ്ണത കിട്ടുള്ളൂ. മനസ്സിനെന്ത് വേണം? മനസ്സിന് പൂർണ്ണത കിട്ടണമെന്നുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള ഉല്ലാസങ്ങൾ, ഞാൻ പറഞ്ഞതുപോലെ വായന, അറിവ്, അല്ലെ? യാത്ര ചെയ്യുക, പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. ആ സമയത്ത് അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് കൂടി തമാശ പറയുക. ആ സമയത്ത് നമ്മുടെ മനസ്സിന് നല്ല ഉത്സാഹം കിട്ടും, മാനസിക ഉല്ലാസം കിട്ടും. ശരീരത്തിന് നമ്മൾ ഈ ഏതെങ്കിലും ഒരെണ്ണത്തിനെ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ശരീരവും മനസ്സിനെയും ആത്മാവിനെയും ഏതെങ്കിലും ഒരെണ്ണത്തിനെ ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ അവഗണിക്കുമ്പോഴാണ് ഈ താളം തെറ്റുന്നത്. ഈ താളം തെറ്റുമ്പോഴാണ് നമുക്ക് അസുഖം പിടിപെടുന്നത്, അല്ലെ? മനസ്സിലാവുന്നുണ്ടോ? താളം തെറ്റും. നമ്മുടെ ശരീരം, നമ്മൾ മാനസിക ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ തോന്നും പോലെ ജീവിക്കുക. എന്റെ മനസ്സിതാ പറയുന്നത് ഞാൻ ഇങ്ങനെ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കഴിക്കുക, എപ്പോഴെങ്കിലും കഴിക്കുക, എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ കഴിക്കാതിരിക്കുക. അപ്പൊ ശരീരത്തിന് നമ്മൾ അവഗണിക്കുക. അപ്പൊ ശരീരത്തിനെ അവഗണിച്ച് കഴിയുമ്പോൾ ആ ശരീരത്തിനുള്ള മനസ്സും ആത്മാവും ഇരിക്കുന്നത്. അപ്പൊ ശരീരം മോശമാകുമ്പോൾ, അല്ലെങ്കിൽ ശരീരത്തിന് എന്തെങ്കിലും ഹാർട്ട് അറ്റാക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞ് ശരീരത്തിന് എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ ഈ ആത്മാവിനും ഈ അല്ലെങ്കിൽ ഈ മനസ്സിനും ശരിയായി പ്രവർത്തിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ മനസ്സിനും, നമ്മൾ മാനസിക തോന്നിയ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും ആത്മാവിനും പ്രശ്നം വരും. അതോടെ തന്നെ ആത്മാവിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും കേട്ടോ. മനസ്സിലാവുന്നുണ്ടാവും? ചില ആൾക്കാർ മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയും രാത്രിയും പകലും ഇല്ലാതെ ഇറങ്ങി നടക്കുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ മനസ്സിനുള്ളിൽ സ്നേഹം ഉണ്ടാവും, കരുണയുണ്ടാവും. ഈ കരുണ പ്രകടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പ്രേയറിൽ അല്ലെങ്കിൽ ദൈവത്തിൽ അലിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന കുറച്ച് പേരുണ്ടാവും. അവരെന്ന് പറഞ്ഞാൽ ആത്മാവിനെയും അല്ലെങ്കിൽ ശരീരത്തിനെയും മനസ്സിനെയും ഇഗ്നോർ ചെയ്യുക. അപ്പൊ ഈ ഒരു താളം തെറ്റുമ്പോഴാണ് മാനസിക നില തെറ്റുന്നത്. മാനസിക ആരോഗ്യം നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഒരാളുടെ മാനസിക അല്ലെങ്കിൽ മാനസിക നില തെറ്റുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സർദാർ ഭായി പറഞ്ഞതിന്റെ മാനസിക ആരോഗ്യം നമ്മുടെ എന്താ പറയാ, നമ്മുടെ പല പ്രയാസങ്ങളും ചാടി മാനസിക ആരോഗ്യം തെറ്റുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തിക അച്ചടക്കം പോലെ നമ്മുടെ ശരീരത്തിനെ, മനസ്സിനെ, ആത്മാവിനെ ഒരുപോലെ കൊണ്ട് നടക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ മാനസികമായിട്ട് നമുക്ക് സ്നേഹം കിട്ടുന്നില്ല, ആത്മാവിന് സ്നേഹം കിട്ടുന്നില്ല, ശരീരത്തിന് ആരോഗ്യമില്ല, അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം കിട്ടുന്നില്ല. ഈ സമയത്താണ് നമ്മുടെ മനസ്സ് തെറ്റിപ്പോകുന്നത്. മനസ്സ് തെറ്റിപ്പോകുന്നത്. ഈ മനസ്സ് തെറ്റിപ്പോകുന്ന സമയത്താണ് നമ്മുടെ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ വെളിയിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത്. വ്യക്തികളാവാം,